പ്യാജിൻ്റെ പൊറോട്ട ഉണ്ടാക്കാം. ഉള്ളിയുടെ പൊറോട്ട. 2 കപ്പ് ആട്ട എടുത്ത് ആട്ടയ്ക്കകത്തോട്ട് ആദ്യം ഉപ്പിടാം. ആവശ്യത്തിനുള്ള 1 സ്പൂണ് നെയ്യ്, എണ്ണ ഒഴിച്ചാലും മതി. പിന്നെ ഒരു 1/2 സ്പൂണ് അയമോദകം, അജുവൈൻ തിരുമ്മി ഒന്നിട്ട്, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആട്ട കുഴച്ചെടുക്കാം. ചപ്പാത്തിയെക്കാട്ടിലും ഒരു ശകലം കൂടെ ലൂസായിട്ടാണ് ആട്ട കുഴക്കേണ്ടത്. ഇവിടെ ഒരു ചെറിയ 6 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിയണേ. എല്ലാം ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഇടാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി ജീരകം ഇട്ട് പൊട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ ഒന്ന് കളർ മാറി വേണം, നല്ലതുപോലെ ഒന്നും ബ്രൗൺ ആകണ്ട. മൂന്നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. കൂടെ നമുക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ നമുക്ക് ഒരു 2.5 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുത്തു. കടലമാവ് മൂത്ത് വരട്ടെ. ചെറുതീയിലിട്ട് വഴറ്റണേ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട്, പിന്നെ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ. കടലമാവ് ഇട്ടപ്പോൾ ഗ്യാസ് വരാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ കായം ഇടുന്നത്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതെടുക്കാമേ. മസാല ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. പിന്നെ ഒരു ബോള് ആട്ട എടുത്ത് അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഒരു ചെറിയ ഉരുളയാക്കിയിട്ട് അതിനകത്തോട്ട് വെച്ചു. എന്നിട്ട് ഇതിനെ തണ്ടി കാണിച്ച പോലെ അങ്ങ് കവർ ചെയ്യണം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ചെറിയതായിട്ട് പ്രസ് ചെയ്യണം പരത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അടിക്ക് വെച്ചിരിക്കുന്ന ഫില്ലിങ് വെളിയിൽ വരുമേ. അപ്പം എന്നിട്ട് നമ്മുടെ തവ ചൂടായപ്പം ഓരോരോ പൊറോട്ട എടുത്ത് അങ്ങോട്ടിടാം. 2 സൈഡും മുരിച്ചെടുത്ത് നെയ്യ് തൂത്ത് ഇങ്ങനെ എടുക്കാം. അച്ചാറോ തൈരോ കൂട്ടിയാണ് ഇത് കഴിക്കേണ്ടത്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.